അന്ന് കണ്ട സെയിം എക്സ്പീരിയൻസ്. ഗൂസ് ബോംബ് സൂപ്പർ. നമ്മളെ വിട്ടു എത്ര ആൾക്കാരൊക്കെ അടിപൊളിയാണ്. എക്സ്പീരിയൻസ് 24 വർഷങ്ങൾക്ക് ശേഷം കാണല്ലേ. നല്ല ഫോർക്ക്, നല്ല ഇത് ഒന്നും പറയാനില്ല. മാറത്തുള്ളൂ. 99% മാറ്റങ്ങൾ വളരെ മാറ്റങ്ങൾ വരുത്തി സിനിമ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ തലമുറക്ക് വളരെ ഇഷ്ടപ്പെടുന്നത്. കാരണം അന്നത്തെ ആളുകൾ ഇഷ്ടപ്പെട്ടു. ഈ പടം ഹിറ്റ് പടമല്ലേ. പിന്നെ ഇനി ഇതിനെക്കുറിച്ച് എന്ത് പറയാനാ. ഇതിൽ മേക്കിംഗ് ഒക്കെ ഇപ്പം രണ്ടാമത് അത് 4K ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കാണാൻ പറ്റി. നമുക്ക് നമ്മുടെ ഈ സിനിമയിൽ നിന്ന് വേർവിട്ട് പോയവരൊക്കെ ഇന്നസെന്റ് ആയിട്ട് മടിച്ചേട്ടനൊക്കെ പിന്നെ BGM ഒക്കെ എക്സ്ട്രാ ഇത് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും നല്ലൊരു അനുഭവമാണ്. എല്ലാവർക്കും നല്ല 4K. ഇപ്പം നമ്മൾ കാണുന്ന മലയാള സിനിമ അതേ രീതിയിൽ തന്നെ അവർ വീണ്ടും ഈ 2000-ലെ അടുത്ത പടം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. സൂപ്പർ. നല്ല പടം, അടിപൊളി സൂപ്പർ. സൂപ്പർ 4K അറ്റ്മോസ് സൂപ്പറായിരുന്നു. അടിപൊളി. ഓരോരോ BGM കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു. അടിപൊളി മേക്കിംഗ്. ഈ ലെവലിൽ കാണാൻ പറ്റുന്ന നമുക്ക് വളരെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കണ്ട അതല്ല, വളരെ സൂപ്പറായിട്ട്. മമ്മൂക്കണി ഗംഭീര വേഷമാണ്, വരവേൽപ്പാണ്. ഗംഭീരമായിട്ട് 24 വർഷത്തിന് ശേഷം ഗംഭീര മമ്മൂക്കയുടെ ഇപ്പൊ ഞാൻ വാൾപേപ്പർ അടിച്ചാൽ ഞാൻ പക്ക ഫാനാണ്. അതേ കണ്ട മമ്മൂക്കയുടെ അടുത്ത പടത്തിനുള്ള പോസ്റ്ററാണ് ബസൂക്ക എന്ന് പറയും. എന്താണെന്ന് അറിയാൻ പാടില്ല, സൂപ്പർ പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇക്കാണ് ഇക്ക തന്നെ ഇക്ക സൂപ്പർ. ഗംഭീരം പറയണ്ടല്ലോ. നേരത്തെ നമ്മൾ കണ്ടതല്ലേ, നമ്മൾ തിയേറ്ററിലും TV-യിലും കണ്ടത് പോലെയല്ല, പുതിയതായിട്ട് കാണുന്ന ഒരു അനുഭവമായിരുന്നു മമ്മൂക്കാണ്. എന്തായാലും ഒരുപാട് പേര് മിസ് ചെയ്തു. നമ്മുടെ മണിച്ചേട്ടനെ മിസ് ചെയ്തു, ക്യാപ്റ്റൻ കാഴ്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വിട്ടുപിരിഞ്ഞ സുകുമാരി ചേച്ചി, ഇവരെയൊക്കെ മിസ് ചെയ്തു. എന്തായാലും അറയ്ക്കൽ മാധവനുണ്ണി മമ്മൂക്ക അറിയാം പൊളി. എന്തായാലും എല്ലാവരും വന്നു. മമ്മൂക്ക ഫാൻസൊക്കെ ഉണ്ട്. ഗംഭീരം. പുതിയ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് വിഷ്വലൊക്കെ അടിപൊളിയായിട്ട് നല്ല ഗംഭീരമായി. അടിപൊളി. ഞാനത് തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാനിത് ഇറങ്ങിയ സമയത്ത് 3 വയസ്സേ ഉള്ളൂ. ഭയങ്കര രോമാഞ്ചം. ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ജനിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അവർ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത്. അടിപൊളിയാണ്. രോമാഞ്ചം ഇപ്പോഴും മാറിയിട്ടില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം. അടിപൊളിയാണ്. വന്നിട്ടില്ല നമ്മളാണ്. പടം അടിപൊളി. നമ്മളൊരു 24 വർഷത്തിന് ശേഷമല്ലേ ഇപ്പം കാണുന്നത്. ഇപ്പം കാണുമ്പോൾ നമ്മളൊരു പുതിയ സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലാണ്. കാരണം ഒരു പഴയ പടമാണെന്നാ അങ്ങനെ ഒരു ഫീലിലല്ല നമുക്ക് തോന്നണത്. പിന്നെ മമ്മൂക്കയുടെ അറിയാലോ, അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേപോലെ തന്നെ. പിന്നെ സ്റ്റണ്ടിൻ്റെ പറയണ്ട, സൗണ്ട് എഫക്റ്റ്, പിന്നെ പിക്ചർ ക്ലാരിറ്റി, എന്താ പറയണം, സൂപ്പർ പടം. ഇപ്പം ഉള്ള പിള്ളേരെ ഇത് പോയി ഒന്നുകൂടി കാണുക. ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിറങ്ങിയതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇനി ഒന്നും കൂടി മമ്മൂക്കനെ എന്താ പറയണ, ഒന്നും പറയാനായിട്ടില്ല സത്യം പറഞ്ഞാൽ. അടിപൊളി പടം. എന്തോ വാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ കണ്ടെങ്കിലും അതിങ്ങനെ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളുകളായില്ലേ, 24 വർഷത്തിന് ശേഷമല്ലേ വീണ്ടും കാണണം. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ഒരു പുതിയ പടം കണ്ടിറങ്ങിയ ഫീലാണ് ഇപ്പോൾ വന്നേക്കണം. ഇപ്പം നമ്മൾ ഇപ്പം റിലീസായ റിലീസ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം റിലീസായ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത്ര അടിപൊളിയാണ്. ഗ്യാരണ്ടി. പോയി കണ്ടോ. 24 വർഷങ്ങൾക്ക് ശേഷം പടം കണ്ടപ്പോൾ ഗംഭീരമായിട്ടൊരു കോരിത്തെരിച്ചു പോയി. ഒരു ആർത്തുല്ലസിച്ച് കാണാൻ പറ്റുന്ന മമ്മൂക്കാൻ്റെ സിനിമ. അടിപൊളി പടമാണ്. എല്ലാവരും വന്ന് കാണണം.
സെറ്റാണ്, പഴയതിനേക്കാളും അടിപൊളിയായിട്ട് ഉണ്ട്. എല്ലാവരും വന്ന് കാണണം. കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പണ്ട് സിനിമയാണെന്നുണ്ടെങ്കിലും അഗെയിൻ ഇത് തിയേറ്ററിലേക്ക് വന്നപ്പോഴേക്കും ഡബിൾ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി 4K വിഷ്വൽ ക്വാളിറ്റി അതെല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു. സോ പിന്നെ മമ്മൂട്ടിയുടെ മാസ് ആൻഡ് ക്ലാസ് ഡയലോഗ്സ് വരവ് അതെല്ലാം ലൈക്ക് ആ ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെ കാണാനായിട്ടുള്ള ചാൻസ് കിട്ടിയത്. സോ നല്ല മൂവിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബെൻസ് കാറ്, പിന്നെ മമ്മൂട്ടിയുടെയും അനുജന്മാരുടെയും പിന്നെ ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെയൊക്കെ ഉള്ളൊരു ഫൈറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് വാച്ച് ചെയ്യുമ്പോഴേക്കും ഒരു ഡബിൾ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഒരു ത്രില്ല് ഡിഫറെൻറ്റ് തന്നെയാണ്. നമസ്കാരം. ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ കണ്ണ് നിറഞ്ഞ സിനിമ കണ്ടിട്ടില്ല. കലാഭവൻ മണിച്ചേട്ടനെ കണ്ടപ്പോൾ മണിച്ചേട്ടൻ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ആ ഒരു കഥാപാത്രം വന്നപ്പോൾ ഒരുപാട് പേർക്ക് സൈലൻ്റായി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് സൈലൻ്റായി, പെട്ടെന്നൊരു ഷോക്കായി. അവരെ സുകുമാരി ചേച്ചി, ക്യാപ്റ്റൻ രാജേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടൻ, ഇവരെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞാണ്. ഈ സിനിമയിലൂടെ കണ്ടപ്പോൾ നമുക്ക് ഒരു അത്ഭുതമായി. പിന്നെ ഈ സിനിമ ടി വിയിലും തിയേറ്ററിലൊക്കെ നമ്മൾ കണ്ടതാണെങ്കിലും ഒന്നുകൂടി കണ്ടപ്പോൾ ഇത് പുതിയ റിലീസ് ചെയ്തൊരു പടം പോലെ, മമ്മൂക്കയുടെ പടം പോലെ നമുക്ക് അനുഭവപ്പെട്ടു. അതുപോലെ പണ്ട് കണ്ട എത്ര തവണ കണ്ടിട്ടും ഒരു ബോറടി ഇല്ലാണ്ട് നല്ല രീതിയിൽ കാണാൻ സാധിച്ച പടം. റിലീസിൻ്റെ ടൈമിൽ കണ്ടാണ്. ഞങ്ങളുടെ അവിടെ മൂവാറ്റുപുഴ തിയേറ്ററിലാണ് കണ്ടത്. പിന്നെ എന്തോ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും മമ്മൂക്ക അതുപോലെ തന്നെ ഇരിക്കണത്. എത്ര കാലം കഴിഞ്ഞാലും മമ്മൂക്ക ആ ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അതിൻ്റെ ബോഡിയെല്ലാം അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ശരീരം ഇതെല്ലാം. അപ്പം അന്നും ഇന്നും മമ്മൂക്ക തന്നെ. പിന്നെ ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പുതിയൊരു സിനിമ കാണുന്ന ലെവലിൽ തോന്നിയിട്ടായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ ഒരുപാട് മിസ് ചെയ്തു. സത്യം പറയാം, മണിച്ചേട്ടൻ വിട്ടുപോയത് ഭയങ്കര സങ്കടം തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ അനുകരിക്കുന്ന ഒരു കലാകാരൻ്റെ രീതിയിലും മണിച്ചേട്ടൻ ഈ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ്റെ രീതിയിലും പ്രേക്ഷകരുടെ രീതിയിലും പറയുന്ന മണിച്ചേട്ടൻ ഒരുപാട് മിസ് ചെയ്തു. സത്യം പറയാം, മണിച്ചേട്ടൻ എന്നാലും ഒരു തീരെ നഷ്ടം തന്നെയാണ്. കലാഭവൻ മണിച്ചേട്ടൻ്റെ എനിക്കൊരു അഭിപ്രായമുണ്ട്, മണിച്ചേട്ടൻ്റെ സിനിമകൾ ഇതുപോലെ വരണം, ബെൻ ജോൺസൺ പോലുള്ള സിനിമകൾ വരണമെന്നൊരു അഭിപ്രായം ഞാൻ പറയുകയാണ്. കാരണം ബെൻ ജോൺസൺ, വാസന്തി ലക്ഷ്മിനെ ഞാനും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്വീകരിക്കും. പിന്നെ മമ്മൂക്കയുടെ അറക്കൽ മാധവനുണ്ണി, ന്യൂ ജനറേഷൻ കുട്ടികളും സ്വീകരിച്ചു. മമ്മൂട്ടി ഫാൻസ് എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. എന്തായാലും ഇപ്പോഴും തിരക്ക് തന്നെയാണ്. ഗംഭീരം. അത് ഹിറ്റ് പടമല്ലേ അത്. ആ ഹിറ്റ് പടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, അതായത് 4K എന്ന ആ വെർഷനിലോട്ട് കൊണ്ടുവന്ന് എന്തായാലും നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇത്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈലി അത് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. 24 വർഷങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് കാണുന്നത് ഇന്ന് കാണുന്നതും സെയിമാണ്. പക്ഷേ ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ട പടം തന്നെയാണ്. അത് വീണ്ടും കൂടെ ഇപ്പോഴത്തെ ഈ തലമുറക്ക് കാണാൻ വേണ്ടി ഈ സിനിമ പ്രവർത്തകർ, അതായത് ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട് പഴയത്. കാരണം ഈ സിനിമയൊക്കെ നമുക്ക് ഇന്ന് കണ്ടാലും അന്ന് കണ്ട സംഭവം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. കാരണം അത്രയ്ക്കും അംഗങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പക്ഷേ അത് മനസ്സിൽ നിന്ന് പോകണം. അന്നിറങ്ങിയ സിനിമകൾ, അതായത് അന്ന് ആ സിസ്റ്റത്തിലുള്ള സിനിമകൾ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നത് കൂടാതെ ഇതിൽ അതിൻ്റെ ആയിട്ടുള്ള ഇപ്പോഴത്തെ 4K എന്ന സിസ്റ്റത്തിൻ്റെ അതായത് ഈ ആധുനിക നൂതന സാങ്കേതിക വശങ്ങൾ എല്ലാം ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. കാരണം അത്രയ്ക്കും നല്ല ഒരു എക്സ്പീരിയൻസാണ് ഈ വല്യേട്ടൻ എന്ന സിനിമ. കാരണം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ മമ്മൂക്കയുടെ ആ ജുബയും മുണ്ടും ആ സ്റ്റൈലും കറുപ്പ് ചരടും കയ്യിൽ കിടണം. അന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ സ്റ്റൈലായിരുന്നത് കറുത്ത ചരട് കേട്ടില്ലേ. കാരണം അത്രയ്ക്കും ചുറ്റി ഉള്ളൊരു സ്റ്റൈല്. പിന്നെ മമ്മൂക്കയുടെ ഓരോ ശൈലി. പിന്നെ ഇതിൽ പറയാവുന്നത് അന്നത്തെ ആ ക്യാമറമാൻ, അത് ഇന്ന് അതുപോലത്തെ ക്യാമറമാർ ഉണ്ടാകുന്ന അറിയാം. കാരണം അന്നത്തെ ആ 2000-ൽ എടുത്തേക്കുന്ന ക്യാമറ ഓരോ സീനും അത്രയ്ക്കും എഫക്റ്റാണ്. ബീജിയം ഒന്നും പറയാനില്ല. കാരണം അതിൽ അന്നത്തെ ബീജിയത്തിനേലും വ്യത്യസ്തമായിട്ട് ഇതിൽ പിന്നെ ചേഞ്ച് ഉണ്ട്. കാരണം ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഇത്. നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ 4K അങ്ങനെയുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആ സൗണ്ട് സിസ്റ്റം നമുക്ക് അതിൻ്റെ വ്യത്യാസം
നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വേറെ എഫക്റ്റും കൂടെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് മൺമറിഞ്ഞു പോയ നമുക്ക് കലാഭവണി ചേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ്, കുമാരി ചേച്ചിയമ്മ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ്, അവരെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. പിന്നെ അന്നത്തെ ആ ചുറിയുറുക്കും ഇതും നമുക്ക് ഇപ്പോഴും വീണ്ടും ഞാൻ കണ്ട പടമാണ്. എന്തോ 2000 സിനിമ റിലീസിൻ്റെ അന്ന് വാച്ച് ചെയ്തതാണ് ഞാൻ ആ സിനിമ. ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൗണ്ട് എഫക്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അന്നത്തെ ഇതെന്ന് പറഞ്ഞിട്ട് എം ജി റോഡ് ബ്ലോക്ക് വരുത്തിയൊരു സിനിമയാണത്. MG റോഡ് ഓണത്തിൻ്റെ സമയത്താണ് ഈ സിനിമ ഇറങ്ങിയത്. ഞാൻ കണ്ടത് പത്മ തിയേറ്ററിൽ. ഇന്ന് പത്മ തിയേറ്റർ 2 തിയേറ്റർ, അന്ന് ഒറ്റ തിയേറ്ററാണ്. അന്ന് അത്രയ്ക്കും പ്രേക്ഷകരുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ ഷേണൈസ് തിയേറ്റർ തന്നെയാണെങ്കിൽ നമ്മൾ വിസ്താരമ തിയേറ്റർ ഇപ്പോൾ 4 തിയേറ്ററാണത്. അന്ന് ലിറ്റിൽ ഷേണൈസ് ഉണ്ട് 2 തിയേറ്റർ. പക്ഷേ ആ തിയേറ്ററിൻ്റെ ഇത് അത്രയ്ക്കും കാണികളുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അന്ന് കണ്ടതിൽ കൂടുതൽ രോമാഞ്ചം ഇപ്പോഴത്തെ ഇതിൽ വരുന്നത്. കാരണം അത്രയ്ക്ക് ഇപ്പോഴുള്ള സിനിമകളൊക്കെ സൗണ്ടിലും ദൃശ്യ ഭംഗിയിലാണ് ഇരിക്കുന്നത്. ആ എഫക്റ്റ് ഉണ്ട് ഇതിൽ. കാരണം അതിലൊരു മാറ്റങ്ങളല്ല, കുറച്ച് സൗണ്ട് എഫക്റ്റ് കൂടി. കാരണം ഇപ്പോൾ 4K ആണല്ലോ, അങ്ങനെ 5K അങ്ങനെയൊക്കെ ഓരോ ഇത് വരും. അപ്പോൾ ആ സിസ്റ്റത്തിലോട്ട് പടം എന്തായാലും ഇതായിട്ടുണ്ട്. ഈ തലമുറക്കും നല്ല വിനോദമായിട്ടിരുന്ന് കാണാൻ പറ്റും. അതായത് നല്ലൊരു എഫക്റ്റുള്ള സിനിമയാണ് ഇത്. മറന്നുപോലെ ഈ സിനിമ കണ്ടിട്ടുണ്ട് ഈ തലമുറ കണ്ടാൽ അത്ര എഫക്റ്റാണ്. താങ്ക് യു.